ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല ചൂടാണ്. കാലാവസ്ഥയൊക്കെ മാറി എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി. അതായത് ഈ ജലദോഷം, പനി, മൂക്കൊലിപ്പ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു ഒറ്റമൂലി ഉണ്ടാക്കിയാലോ? ഇത് ഒരുവിധപ്പെട്ടൊക്കെ അറിയാം, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ, ഒരു കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് വരുന്ന ജലദോഷം, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കഷായമാണ് ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ ഒരുവിധപ്പെട്ട പനിയൊക്കെ അങ്ങോട്ട് പോകും. അഥവാ പോയിട്ടില്ലെങ്കിൽ മാത്രമാണ് ഡോക്ടറെ അടുത്തൊക്കെ പോവുക. ഞാൻ ഇപ്പോൾ പറയുന്നത് സാധാരണ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പനീനെ മാത്രമാണ്, മറ്റുള്ള പനികളെ പറ്റിയൊന്നുമല്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് അങ്ങനെ കുടിക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം കുറച്ചൊരു ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടില്ലാണ്, അല്ലെങ്കിൽ കുറച്ചൊരു 10 വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന്ന് ഉണ്ടാക്കി തരുന്നത് അച്ഛനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ. നമ്മുടെ ഈ കഷായം നല്ല ചൂടോടെ ദിവസം 3 നേരം കഴിച്ചാൽ മതി. അതായത് നമ്മുടെ പനിയുടെയും ജലദോഷത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ, കാലാവസ്ഥയുമായി സംബന്ധിച്ച് വരുന്ന പനി, ജലദോഷം, മൂക്കലിപ്പ്, ചുമ, ഇതിനൊക്കെ ആരംഭത്തിൽ ഇത് 3 നേരം ചൂടോടെ കഴിച്ചാൽ കുറേയൊക്കെ സുഖമായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഒറ്റമൂലി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് പനിക്കുറുക്കയാണ്. പനിക്കുറുക്കയുടെ ഇല. ഇത് ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം നാട്ടിലുണ്ടാവും. ഇതില്ലാത്ത ആളുകൾ ഇത് ഒഴിവാക്കാം. ഇപ്പോൾ ഗൾഫിലൊന്നും അത് കിട്ടണമെന്നില്ല. പിന്നെ വേണ്ടത് തുളസിയാണ്, തുളസിയുടെ ഇല. പിന്നെ ചുക്ക് അറിയാലോ, ഇഞ്ചി ഉണക്കിയിട്ടുണ്ടാകുന്നതാണ് ചുക്ക്. പിന്നെ വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി. പിന്നെ കൊത്തമല്ലിയാണത്, 1 ടീസ്പൂൺ കൊത്തമല്ലി. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ കുരുമുളക്, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ്, ഉണക്കിയ കുരുമുളക്. അത് ഒരു 1.5 ടീസ്പൂൺ വേണം. പിന്നെ 2 ആണി വെല്ലം. വെല്ലമില്ലാത്തവർ ശർക്കര ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 4 ഗ്ലാസ് വെള്ളമാണ്. ഈ 4 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ കഷായം ഏകദേശം കുറുകി വരുമ്പോൾ 2 ഗ്ലാസ്സായി വരും, കാരണം അത്രയ്ക്ക് നമ്മൾ കുറുക്കിയെടുക്കണം. പിന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി, ഏത് കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്പം കാപ്പിപ്പൊടി കൂടി നമുക്ക് ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കഷായം ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ ക്രഷ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഉരുളാണ് എടുത്തിരിക്കുന്നത്. ഉരുളില്ലാത്തവർ നമുക്ക് മിക്സിയിലായാലും അത് ക്രഷ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൽ അതായത് വെല്ലം, പനിക്കുറുക്ക, നമ്മുടെ തുളസി, ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും. ഒന്നുകൂടി പറയാം: പനിക്കുറുക്ക, വെല്ലം, നമ്മുടെ തുളസിയില, ഇത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമ്മൾ ഉരുളിലിട്ടിട്ട് ഒന്ന് നല്ലോണം ചതച്ചെടുക്കണം. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉരുളുണ്ടാവും, പുറത്തൊക്കെ ആണെങ്കിൽ അതൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഉരുളൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. ഇനിയിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ചെടുത്ത ആ മസാലക്കൂട്ടൊക്കെ കൂട്ടി അതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വരുന്നുണ്ട്. അത് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മുടെ തുളസിയും അതേപോലെ പനിക്കുറുക്കയും അതിലിട്ട് കൊടുക്കുക. പിന്നെ ശർക്കരയും കൂടി, ശർക്കരയല്ല വെല്ലം ഇല്ലാത്തവർക്ക് ശർക്കര ഉപയോഗിക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് നല്ലവണ്ണം കുറുകി വരണം. കുറുകുക ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ആ 4 ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത് എത്രമാത്രം അതൊന്ന് വറ്റി വരണം. എന്നാൽ മാത്രമേ അതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം. ആ ആവിയൊന്നും പുറത്തു പോകാതെ അതിൽ തന്നെ നിന്നിട്ട് അതൊന്ന് ശരിക്കും വെന്ത് വരണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ഇപ്പം 4 ഗ്ലാസ് വെള്ളമൊക്കെ 2 ഗ്ലാസ് ആയിട്ടുണ്ട്.
ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി നമ്മൾ ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് അടച്ചു വെക്കാം. ഇത് ബെറ്റർ ചൂടോടെ കഴിക്കുന്നതാണ്. നല്ല ചൂടോടെ എന്നല്ല പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയതിന് ശേഷം കുടിക്കാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം. അത് അങ്ങനെ ഒരു 3 നേരം ചൂടോടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഒരിക്കൽ കഴിച്ചു, ഉച്ചക്ക് കഴിക്കും, കുറച്ചും കൂടി ചൂടാക്കിയിട്ട് ചൂടോടെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടൂ. ഒരു ഗ്ലാസ് ഒറ്റമൂലി, അതായത് നമ്മുടെ ഈ ചുക്ക് കാപ്പി കഴിച്ച് കമ്പിളിയൊക്കെ പുതച്ച് വന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം ആ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആളിലങ്ങ് വേർത്ത് പോകും. അപ്പോൾ അസുഖക്കാർക്ക് മാത്രമൊന്നുമല്ല, തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു എനർജിയാണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന കാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനും ചൂടോടെ ഒരു ഗ്ലാസ് കഷായം കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒറ്റമൂലി കഷായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വിഭവവുമായി മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.